ഹലോ ഗൈസ്, അങ്ങനെ അനാമികയ്ക്ക് കല്യാണത്തിന് കൊണ്ടുവന്ന സ്വർണം പെട്ടെന്ന് കാണാതാവുകയാണ്. അപ്പോ ദേവ്യാനി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ആ നയനയല്ലേ സ്വർണ്ണമൊക്കെ ഏൽപ്പിച്ചത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാന്ന്. അപ്പൊ അമ്മയ്ക്കൊരേ നിർബന്ധമല്ലായിരുന്നോ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ദേ അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ അനാമികയുടെ താലിമാല കാണാതായത്? അന്ന് അത് ആർക്കാ കിട്ടിയത്? അവൾമാർക്ക് തന്നെ. ജ്വല്ലറിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ, രണ്ടിന്റെ കണ്ണ് ആ വലിയ മാലയിലേക്കായിരുന്നു. ഇത് അവൾമാര് തന്നെയാണ് എടുത്തത്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ജലജെ, നീ ഒന്ന് നിധി ഈ വായും വെച്ച് മിണ്ടാതിരുന്നേ. അപ്പൊ ദേവിയാനി പറയാണ്, അമ്മേ അവള് പറയുന്നെങ്കിൽ പറയട്ടെ, ചിലപ്പോ സത്യത ആണെങ്കിലോ? നിനക്കൊന്നും ഇപ്പോഴും നയനമോളെ മനസ്സിലായിട്ടില്ല. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് ആദർശ് കടന്നു വരുന്നുണ്ട്. ആഹാ, എന്താ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നൊരു ഗൂഢാലോചന? മോനെ ആദർശ്, നമ്മൾ അനാമികയ്ക്ക് എടുത്ത ഓർണമെന്റ്സിൽ പലതും കാണാനില്ല. എന്ത്? ഗോൾഡൊന്നും കാണാനില്ലെന്നോ? അത് ഇളയമ്മയോട് ചോദിച്ചോ? ഇളയമ്മ വല്ലതും എടുത്തു കാണും. ജാനകി എടുത്തിട്ടില്ല. ഞാൻ ജാനകിയോട് ചോദിച്ചതാ, അവൾ അവിടെ മുഴുവൻ തിരയുന്നുണ്ട്. ഷോ, ഇത് വലിയ പ്രശ്നമായി പോയല്ലോ. ഈ അനാമികയുടെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണല്ലോ അമ്മേ. നീയേ അനാമിക മോളെ കുറ്റം പറയണ്ട. ഇത് നിന്റെ ഭാര്യയാണ് ഏൽപ്പിച്ചത്. നീ അവളോട് തന്നെ പോയി ചോദിക്കുക എടുത്തോന്ന്. അമ്മേ, നയനയ്ക്ക് അതിന്റെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് സ്വർണ്ണമൊക്കെ അവളുടെ കയ്യിലുണ്ട്. നയന അങ്ങനെ സ്വർണത്തോട് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് നയന അതൊരിക്കലും എടുക്കില്ല. അപ്പൊ ദേവിയാനി പറയുന്നുണ്ട്, ഓ നീ നിന്റെ ഭാര്യ ഇങ്ങനെ ന്യായീകരിച്ചിരുന്നോടാ? അവിടെ സായത്തുമ്പം പിടിച്ചിങ്ങനെ നടക്ക്. നിനക്കൊക്കെ അതാ പറഞ്ഞത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത്. അനാമിക വന്ന പാടെ എല്ലാവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ആഹാ, എല്ലാരും നല്ല കലിപ്പിനാണല്ലോ. എന്താ കാര്യം? കല്യാണമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ എന്റെ പൊന്നുമോള് വാ. എന്റെ മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയും വല്യമ്മയൊക്കെ കാണാൻ വന്നതാ. എനിക്ക് നിങ്ങളെയൊക്കെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്റെ മോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. നയനയെ കണ്ടപ്പോ തന്നെ ദേവ്യാനിക്ക് ദേഷ്യം വരാണ് കേട്ടോ. അങ്ങനെ ദേവ്യാനി നയനോട് ചോദിക്കുന്നുണ്ട്, ഡി നിൽക്ക്. ആദർശ് ഇതൊക്കെ കണ്ടോണ്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. എന്താമേ? ഓഹോ, നിനക്കൊന്നും അറിയില്ല അല്ലേ? അനാമിക മോളുടെ സ്വർണം നിന്നെയല്ലേ ഏൽപ്പിച്ചത്? അത് ഞാൻ പൂജാമുറി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അമ്മേ. അതെടി, നീ മാത്രം പൂജാമുറി കൊണ്ട് വെക്കുന്ന സ്വർണ്ണമൊക്കെ മാനത്തേക്ക് മറഞ്ഞു പോവുക. എന്താ അമ്മേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡി, നീ കൊണ്ടുവച്ച സ്വർണ്ണേ ഇപ്പൊ അവിടെ കാണാനില്ല. നീ എടുത്തോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്തിനാ അമ്മ അതിന്റെ ആവശ്യം? എനിക്ക് വേണമെങ്കിൽ ഞാൻ ജ്വല്ലറിന്ന് എടുക്കില്ലായിരുന്നോ? എനിക്ക് സ്വർണത്തോടൊന്നും ഒരു താല്പര്യമില്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ എന്റെ സ്വർണ്ണമൊന്നും കാണാനില്ലേ? അത് പിന്നെ മോളൊന്നും വിചാരിക്കണ്ട. സ്വർണം നമുക്ക് പോയാലും വേറെ എടുക്കാലോ. ഇത് ആരൊക്കെയോ മാറ്റി വെക്കുന്നതാ മനഃപൂർവ്വം. എനിക്ക് ഇവളെയാ സംശയം, ഈ നയനയെ. അപ്പൊ അനാമിക നയനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? മോളെ അനാമിക, ഞാൻ എടുത്തിട്ടില്ല. അത് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊണ്ടുവച്ച മാല എവിടെ പോവാനാ? ഇതിനു മുന്നേ എന്റെ താലിമാല ഇതുപോലെ പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിക്കാണ് എന്റെ മാല കിട്ടിയതെന്നും അറിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇഷ്ടമല്ലേ? ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ. വല്യമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ നിങ്ങളെ ചേച്ചിയെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് ഓരോന്ന് മനസ്സിലായി വരുന്നത്. അപ്പൊ മുത്തശ്ശി ഒന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അനാമികെ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ മുത്തശ്ശി? ഇവർ കാരണമാണല്ലോ എന്റെ കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നത്. ഇവർക്കൊന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെന്നാ തോന്നുന്നത് മുത്തശ്ശി. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി നീയാണ് ഇതിനൊക്കത്തിനും കാരണം. ഈ കുട്ടിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീ തന്നെ ആയിരിക്കും. നീയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ജലജയോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, അമ്മേ ഞാൻ അവക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൾ ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാ. എന്തായാലും സ്വന്തം മരുമകളെ ഇങ്ങനെ തരം താഴ്ത്തിയിട്ട് മറ്റൊരു മരുമകളെ പുകഴ്ത്താൻ നിനക്ക് നാണമില്ലേ ദേവയാനി എന്ന് മുത്തശ്ശി ചോദിക്കാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശി ഇവരാണെങ്കിൽ എടുത്തെങ്കിൽ ഇവരുടെ മുറി തന്നെ കാണില്ലേ? എന്താ മോളെ ഈ പറയുന്നത്? നയനമോക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. മോൾ അത് എടുക്കത്തുമില്ല. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും അങ്ങനെ വിശ്വസിച്ചുകൂടാ. അവളുടെ മുറിയിലൊക്കെ ഒന്ന് നോക്കണം. ഇനി അടിപൊളി ഡിഷുകളാണ് കേട്ടോ. നയനയുടെ മുറിയിൽ ഷെൽഫിൽ ചെന്ന് നോക്കുമ്പോൾ അതേപോലെ ഒരു മാല കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ദേവയാനി കയ്യോടെ പൊക്കും. ആദർശും അനാമികയും ഒക്കെ തമ്മിൽ നല്ല തർക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.